പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. മക്കളെ, പിന്നെ ഉണ്ടല്ലോ, നമ്മളെ ഒരു സ്ഥലത്ത് ഒരു ഏടാകൂടൊക്കെ ഉണ്ടായെന്ന് വിചാരിച്ചു. ഇപ്പം നീ ഒരു കൂട്ടുകച്ചവടക്കാരൻ കൂടി ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങി 50,000 രൂപ വെച്ചാൽ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചവടത്തിന് അഡ്വാൻസ് ചെയ്തപ്പോൾ തന്നെ പ്രശ്നങ്ങളായി. അപ്പം നീ എന്ത് ചെയ്യുന്നറിയാമോ? അയ്യോ, ഇത് വല്ല കുഴപ്പമുണ്ടാകുക, മുടിവാണാ? പക്ഷേ ഇനി പറഞ്ഞൊരു കാര്യമുണ്ട്, 50,000 രൂപ പോയില്ലേ, 50,000 രൂപ പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോയതങ്ങോട്ട് പൊട്ടെന്ന് വിചാരിക്കണം. കലഹം ഉണ്ടായി എന്ന് വിചാരിച്ച് അസുഖം ഉണ്ടായി. അപ്പം തന്നെ എന്താണ്, വേറെ വഴി പിടിക്കാനാണ് ഈശോ പറയണത്. ഇപ്പം 50,000 പോയുള്ളൂ, ഇനി 50 ലക്ഷം പോകാതിരിക്കേണ്ട. അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ നക്കാപ്പിച്ച കാശ് കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ബിസിനസ് വിട്ടേക്കണം. കാര്യം ബിസിനസ് എന്ന് പറഞ്ഞൊരു വിശ്വാസമാണ് ആൾക്കാർ തമ്മിൽ. തുടക്കത്തിൽ തന്നെ കല്ല് കടിച്ചാൽ അത് കല്ല് മൊത്തം കടിക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് അങ്ങനെയല്ലേ? ആ ചെബുതി പുത്രന്മാരൊക്കെ ചെന്നപ്പോൾ എന്താണ്, അവിടെ പ്രശ്നമായി. അപ്പോൾ ഇവരെന്താ പറയണത്? യാക്കോബും യോഹന്നാനും ആ വഴി തന്നെ പോകത്തുള്ളൂ, അവന്മാരുടെ നേരെ തീങ്ങ് എന്തൊക്കെ വിട്ടാലും ശരി, ഞങ്ങൾ ആ വഴി പോകുന്നതാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? എന്താ രൂപയാണ് ഒക്കെ ഉള്ളത്, ആടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ചോദിക്കും. കർത്താവ് എന്താ പറയണത്? മറ്റൊരു വഴിയെ പോയി, അതേ ഉള്ള കാര്യം. വേറെ ഒരു കാര്യം ഫ്ലോപ്പാണെന്ന് കണ്ടാൽ അടുത്ത റൂട്ട് എടുത്തേക്കണം. ആ വചനം എടുത്തേ മക്കളെ. ലൂക്ക 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. സമറിയായി പോയാലേ പ്രശ്നമുള്ളൂ.
സമരിയ പോയാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അവർ നമുക്ക് നമ്മളെ വടിവാൾ കൊണ്ട് നമ്മുടെ കൈ കാലും വെട്ടിയെടുക്കും. അല്ല ഇവരാണെങ്കിൽ തീ ഗന്ധം അങ്ങോട്ട് ഇടണം. ഇതൊന്നും ഒരു വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവ് ചെയ്ത് ആ സാധനം അങ്ങോട്ട് മാറ്റി, ആ വഴി അങ്ങോട്ട് മാറ്റി മറ്റൊരു വഴിയെ പോയി. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ നിങ്ങളൊരു മറ്റൊരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ അർത്ഥമല്ല. ബ്ലോക്ക് മാറാനാണ് ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. തുടക്കത്തിലൊക്കെ ഒരു ബ്ലോക്ക് വന്നാണല്ല, നിങ്ങൾ ബ്ലോക്ക് മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്. വേറെ വഴി തരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത് നാളെ കാലം നിനക്ക് പുലിവാല് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് കർത്താവ്. അപ്പം നീ കർത്താവിനെ പോലെ വേറെ വഴി എടുത്തേക്കണം, അല്ലെങ്കിൽ ആ സമയം പോലെ വേറെ വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ വഴികളെന്ന് പറഞ്ഞത് ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ. ഇപ്പം വേറെ വചനം എടുത്തേ, മത്തായി 2:12 ഹെരോദേസിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. അപ്പോൾ ഒരു വഴിയെ ഉള്ള ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്, ഒരു വ്യക്തിയെ ഉള്ള സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അതിപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ഇപ്പം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകണം, ദൈവത്തിന് വേണ്ടി അല്ലാതെ ബാക്കി എല്ലാവരെയും ദൈവങ്ങളാക്കരുത്. അപ്പം നീ ഒരു ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടു, അവനെ കെട്ടില്ല എനിക്ക് വേണ്ടെന്ന് പറയരുത്. അവനെ കെട്ടില്ല എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ അപ്പം നിൻ്റെ കർത്താവ് ദൈവം അവനാവും. അത് വിഗ്രഹാരാധനയില്ലേ? അപ്പം നീ അവിടെ അടിമയാണെന്നില്ലേ അർത്ഥം? വിഗ്രഹത്തിന് അടിമയായില്ലേ നീ? അപ്പം ദൈവത്തിന് വല്ല ബന്ധമുണ്ടോ എൻ്റെ ജീവിതത്തിൽ? എന്താ ബോധമില്ല ദൈവത്തിൻ്റെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കാണിക്കുന്ന എല്ലാവിധ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിനെ നാളെ പാമ്പ് പോലെ കഴുത്ത ചുറ്റാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ ദൈവം എടുത്ത് കളയാൻ വേണ്ടി വന്നാലും എടുത്ത് കളയിപ്പിക്കുക. അവിടെ ഇരിക്കട്ടെ അത് ഞാൻ കഴുത്തോട്ട് കൊത്തുമ്പോഴായിരിക്കും അറിയണത്. പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. അതാണ് ബൈബിൾ പറയണത്. ബൈബിൾ എന്താ പറയണത്? ദൈവം മനുഷ്യനെ സരള ഹൃദയമായിട്ട് സൃഷ്ടിച്ചു. സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ സ്വന്തം സൃഷ്ടിയാണ്. അതിനടുത്ത് സഭാപ്രസംഗം 7:29 നല്ല രസമുള്ള വചനമായിട്ടാ ഇത്. ദൈവം മനുഷ്യനെ സിമ്പിൾ ഹാർട്ട്, അതാണ് ലളിത ഹൃദയനായിട്ട് സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. ഹിസ് ഓൺ ക്രിയേഷൻസ് എല്ലാം ഉണ്ടാക്കി വിട്ടത് നീ തന്നെ. വിഷയം കുളവാക്കിയത് നിങ്ങളാണെന്ന് തന്നെ ബൈബിൾ പറയണത്. നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ ദൈവം സരളഹൃദയമായിട്ട് സൃഷ്ടിച്ചു, ഈ വിഷയം കുളവാക്കിയത് നിങ്ങൾ തന്നെയാണെന്ന്. അവൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് അമ്മയുടെ മുഖഛായയോട് കൂടെ തന്നെ ഒരു കുഞ്ഞിനെ തന്നെ എനിക്ക് വേണം. ഇതെൻ്റെ ഒരു നിത്യ പ്രാർത്ഥനയായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ഹൃദയത്തിൽ കുറച്ച് സന്തോഷം തോന്നി. അങ്ങനെ റീടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി സമയത്ത് ഞാനിവിടെ ആ സമയത്ത് വന്നിട്ടില്ല എങ്കിലും ഈ സാക്ഷ്യം വായിച്ചുള്ള ഓർമ്മ കൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഈ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ തരികയാണെങ്കിൽ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അങ്ങനെ ആ ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ വന്നപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറയുകയും ചെയ്തു. അങ്ങനെ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ മൂന്നാമതും അമ്മ എനിക്ക് നൽകി അനുഗ്രഹിച്ചു. അവന് മറിയം എന്ന് പേരും വച്ചു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ ഫാദറിന് ഒരു 87 വയസ്സുണ്ട്. ഒരു ദിവസം നോക്കുമ്പോൾ കാലിലെ ഭയങ്കരമായ നീര്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ അപ്പം എന്താണ് കാലിൽ നീര്? അതൊന്നുമില്ലടാ, ഒരു കുഴപ്പവുമില്ലെന്ന് എന്നോട് പറയും. പക്ഷേ ഈ നീര് ഡെയിലി കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിൽ വളരെ വലിയ വിഷമമായി. കാരണം പപ്പ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും സമ്മതിക്കില്ല, ഹോസ്പിറ്റലിൽ വരികയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്തായാലും എൻ്റെ കുഞ്ഞിനെ തന്ന എൻ്റെ അമ്മ മാതാവിനെ എൻ്റെ പപ്പയുടെ കാലിൻ്റെ നീരും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരാൻ കഴിയുമല്ലോ. അങ്ങനെ ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ പപ്പയുടെ കാലിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ രാത്രിയിലൊരു 12 മണിയൊക്കെ ആകുമ്പോൾ പോയി പപ്പയുടെ കാൽച്ചുവട്ടിൽ നിന്ന് കരഞ്ഞ് ഞാൻ പറയും, അമ്മേ എനിക്ക് നീര് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെ ഭാരമുണ്ടാകുന്നു, പപ്പയ്ക്ക് ഒരു അസുഖം വരാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം പപ്പ ഇത് നിരന്തരമായി പപ്പ യൂട്യൂബിലൂടെ കൃപാസനത്തിലെ എല്ലാ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളുമൊക്കെ കാണിക്കാൻ തുടങ്ങി. പപ്പ അത് വളരെ ആഗ്രഹത്തോടെ ഇരുന്ന് കാണുവാൻ തുടങ്ങി. അപ്പോൾ TV ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പപ്പ എന്നോട് ചോദിക്കും, എടാ നീ ഇങ്ങ് വന്നേ, ഈ ഇരിക്കുന്ന മാതാവ് ആരാണെന്ന് നിനക്കറിയാമോ? ഞാനപ്പോൾ വെറുതെ പറയും, എനിക്കറിയത്തില്ല, പപ്പ തന്നെ പറയാൻ. അപ്പോൾ പപ്പ എന്നോട് പറയും, എടാ ഇത് കൃപാസനം മാതാവാണെന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി, പപ്പയുടെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സ്നേഹവും കരുതലും പപ്പയുടെ ഹൃദയത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോഴും പപ്പ എല്ലാ ദിവസവും കൃപാസനത്തിലെ എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷകളും കൂടുകയും ചെയ്യും. അങ്ങനെ അപ്രതീക്ഷിതമായി ഒരു ദിവസം പപ്പയുടെ കാലിൽ ഏകദേശം നമ്മൾ കൈവിരൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1.5 ഇഞ്ച് താഴ്ചയിലേക്ക് വിരലിറങ്ങാവുന്ന രീതിയിലുള്ള ഒരു നീർക്കെട്ടായിരുന്നു 2 കാലിലും. അത് പരിശുദ്ധ അമ്മ പൂർണ്ണമായും എടുത്തു മാറ്റി ഈശോ പപ്പയെ സമർത്ഥമായി അനുഗ്രഹിച്ചു. അതുപോലെ പപ്പ ഒരു വ്യക്തിക്ക് ഏകദേശം 6.5 ലക്ഷം രൂപയോളം ഒരു ലൈസൻസിന് വേണ്ടി കൊടുത്തതാ. പക്ഷേ അത് അവർ തിരികെ തരാതെ കുറേ നാൾ പപ്പയെ നടത്തി. അങ്ങനെ പപ്പയ്ക്ക് ലാസ്റ്റ് ദേഷ്യമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ഉടമ്പടിയിൽ വച്ചിരുന്നു. അങ്ങനെ അവർ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ആ പൈസ നമ്മൾക്ക് വീട്ടിൽ കൊണ്ട് തരികയും ചെയ്തു. അതുപോലെ മറ്റൊരു സാക്ഷ്യം, കഴിഞ്ഞ 2022 ഡിസംബർ 10-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു 2 മാസക്കാലമായി എനിക്ക് വയറുവേദനയും നടുവേദനയുമായി വളരെയേറെ ഞാൻ ഭാരപ്പെട്ടു. അപ്പോൾ വേദനയോടുകൂടെ വന്ന് നിന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന് നിന്നത്. ഏകദേശം ഒരു 5 മണിക്കൂറോളം ഞാൻ ഇവിടെ ക്യൂവിൽ നിന്നിട്ടാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയത്. എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി. പക്ഷേ അതിനിടയ്ക്ക് ഒരു ദിവസവും കൂടെ ഞാൻ ഇവിടെ വന്നിരുന്ന് ഈ അൾത്താരയുടെ മുന്നിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു ജാനുവരി 3-ാം തീയതി വീണ്ടും ഞാൻ വന്നു അമ്മയുടെ ഈ അൾത്താരയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. എൻ്റെ പിറ്റേ ദിവസം എൻ്റെ
എൻ്റെ യൂറിനിൽ ബ്ലഡിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും അതിപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പീരിയഡ്സ് ആയതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പാട് വെച്ചിട്ടൊന്നും ഒരു തുള്ളി ബ്ലഡ് പോലും വരണില്ല. അപ്പോഴെനിക്ക് അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായി, എന്തുകൊണ്ടായിരിക്കും. പക്ഷേ എനിക്ക് അമ്മയിൽ ഞാൻ ആഴമായി വിശ്വാസം ഉണ്ടെങ്കിലും ഒരു നിമിഷം ഞാൻ പതറിപ്പോയി. എന്നിരുന്നാലും ഞാൻ ഉറപ്പിച്ചു, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, എന്തായാലും ഞാൻ അമ്മയുടെ അടുത്ത് ഇന്നലെ പോയിട്ട് വന്നതല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അന്ന് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ പത്രം വിതരണം ചെയ്യാൻ പോയി. ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നാൽ പോകാമെന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്നപ്പം OP എല്ലാം കഴിഞ്ഞു, കാഷ്വാലിറ്റിക്ക് പോകേണ്ടതായി വന്നു. അവിടെ കാഷ്വാലിറ്റിയിൽ എന്നെ കിടത്തി എൻ്റെ യൂറിനും ബ്ലഡുമെല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി നേർച്ച വസ്തുവായ തേനും തൈലവും ഉപ്പും ജപമാലയെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാനിങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നപ്പോൾ സിസ്റ്റർമാർ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് എന്താ പേടിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട്, എന്നാലും ഒരു ധൈര്യം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്ന സമയത്ത് ഡോക്ടർ വന്ന് എൻ്റെ വയറിലൊക്കെ അമർത്തി നോക്കി വേദനയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വേദനയൊന്നുമില്ല. അപ്പം അതിനിടയ്ക്ക് എൻ്റെ ചെറിയ കുഞ്ഞെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് യൂറിൻ പാസ് ചെയ്യാൻ പോകണം. എന്നോട് പറഞ്ഞു, അമ്മ എന്നെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ഞാൻ കൊണ്ടുപോയ സമയത്ത് ഇവൻ അവിടെ വന്നിട്ട് എന്നോട് നിർബന്ധം പറഞ്ഞു, അമ്മ യൂറിൻ പാസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലടാ, നീ യൂറിൻ പാസ് ചെയ്തില്ലേ, നമുക്കിനി പോകാം. ഇവൻ നിർബന്ധം പറഞ്ഞ പ്രകാരം ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ പോവുകയും ഞാൻ യൂറിൻ പാസ് ചെയ്തിട്ട് നോക്കുമ്പോൾ യൂറിൻ്റെ അകത്ത് ഒരു തുള്ളി പോലും ബ്ലഡില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് ഞാൻ വീണ്ടും ബെഡിൽ വന്ന് കിടക്കുന്ന സമയത്താണ് എൻ്റെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ വരുമ്പം എൻ്റെ ടെസ്റ്റ് റിസൾട്ടിൽ 100% ബ്ലഡിൻ്റെ സാന്നിധ്യമുണ്ടെന്നും എനിക്ക് കിഡ്നിയുടേതായിട്ടൊരു കംപ്ലയിൻ്റ് ഇല്ല എന്നുമുള്ള റിസൾട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ വിചാരിച്ചു, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി എടുത്തിട്ട് വന്നതല്ലേ, ഇനി ഞാൻ എന്ത് തന്നെ ആയാലും സ്കാൻ ചെയ്യാനൊന്നും പോകുന്നില്ല. ഈ ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എൻ്റെ ഈശോയുടെ രക്തത്തുള്ളിയല്ലേ. അതുകൊണ്ട് ഞാൻ ഈ എന്ത് അസുഖം വന്നാലും ഞാൻ മരിച്ചു പോയാൽ തന്നെയും ഞാൻ ഇനി ഹോസ്പിറ്റലിൽ ഈ ഒരു കാര്യം പറഞ്ഞ് പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എനിക്കൊരു അത്ഭുത സൗഖ്യം ലഭിച്ചു. അന്ന് തുടങ്ങി ഇന്ന് വരേക്കും ബ്ലഡിൽ അല്പം പോലും യൂറിനിൽ അല്പം പോലും ബ്ലഡിൻ്റെ സാന്നിധ്യം ഉണ്ടായതുമില്ല. പിന്നെ ഒരു സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മൂത്ത കുഞ്ഞ് LKG UKG പഠിക്കുന്ന സമയത്ത് സംസാരം വളരെ കുറവാണ്. അപ്പം ഇവന് ലാസ്റ്റ് സമയമൊക്കെ ആയി, മാർച്ച് മാസമൊക്കെ ആകാറായപ്പോഴത്തേക്കും ടീച്ചേഴ്സൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഇവന് എൻട്രി കൊടുക്കാൻ പറ്റില്ല, കുഞ്ഞ് അധികമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ എപ്പോഴും അവനെക്കുറിച്ച് കേൾക്കുന്ന ഒരു കംപ്ലയിൻ്റ് അതാണ്. അപ്പോൾ ഞങ്ങളിതിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്ത് തന്നെയായാലും അവന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എൻട്രി കിട്ടുകയും അവന് ആ ഓണപരീക്ഷയ്ക്ക് തന്നെ എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നെ എനിക്കുണ്ടായ ഒരു അത്ഭുതം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഡോക്യുമെൻ്റ് അടങ്ങിയ ഒരു പേഴ്സ് നഷ്ടപ്പെടുകയും അത് എൻ്റെ ഹസ്ബൻഡ് കൃപാസനത്തിലേക്ക് വരാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് പേഴ്സ് നോക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ പേഴ്സ് കിട്ടിയില്ല. എങ്കിലും ഹസ്ബൻഡ് ഇവിടെ വന്നു, അമ്മയുടെ നടയിൽ വന്നു പ്രാർത്ഥിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകും. അങ്ങനെ ഒരു 5 മാസക്കാലത്തോളം അങ്ങനെ ഇരുന്നു. ആ പേഴ്സിൻ്റെ അകത്ത് അമ്മ മാതാവിൻ്റെ ഒരു കാശ് രൂപവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അപ്രത്യക്ഷമായൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൽ ഇങ്ങനെ നിങ്ങളുടെ പേഴ്സ് നഷ്ടപ്പെട്ടുണ്ട്, അത് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കോളാണ് വന്നത്. അത് ഒരു കർണാടകക്കാരനായ ഒരു ഡോക്ടറിൻ്റെ കൈകളിലാണ് അത് കിട്ടിയത്.
ഡോക്ടറിൻ്റെ കുട്ടികൾക്ക് അവരെവിടെയോ പോയപ്പം ഈ പേഴ്സ് ലഭിക്കുക അവരെങ്ങനെയോ വണ്ടിയിലെടുത്തിടും, അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ എവിടെയോ അതായിപ്പോവുകയും അതുപോലെ അവർ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നതിൻ്റെ തലേദിവസമാണ് ഈ ഫോൺ കോൾ വരുന്നത്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തരാമെന്ന് പറയുകയും അങ്ങനെ ഹസ്ബൻഡിന് ആ നഷ്ടപ്പെട്ട പേഴ്സ് 5 മാസങ്ങൾക്ക് ശേഷം തിരികെ ലഭിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് 20 വർഷക്കാലമായി അവൻ തളർവാദ രോഗം വന്ന് കിടക്കുകയാണ്. അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന സമയത്ത് ഞാനതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവനെ ഒന്ന് കാണാൻ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനപ്രകാരം ഞാൻ എൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ എടുത്ത് അവനെ കാണാൻ പോയി. അവിടെ ചെന്ന് അവനോട് സംസാരിച്ചു. അപ്പം അവന് നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാലിൻ്റെ വെള്ളയിലെല്ലാം ഭയങ്കരമായ പുകച്ചിൽ, അതുപോലെ ശരീരമൊന്നും നല്ലതായിട്ട് വഴങ്ങുന്നില്ല, നടക്കാനൊക്കെ വളരെ പ്രയാസം. അവൻ്റെ പ്രായമായ അമ്മയെ കൂട്ടത്തിൽ കണ്ടപ്പോൾ വളരെയേറെ ദുഃഖം തോന്നി. ഞാൻ ഓർത്തു, ഈ മകനെ ഇത്രയും പ്രായമായ ഒരമ്മ ഇനി എത്ര കാലം സംരക്ഷിക്കാൻ ആ അമ്മയ്ക്ക് പറ്റും?